പ്ലസ് ടു ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററുകളായിട്ട് നമ്മളിതാ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും എത്ര പേർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്? അല്ലെങ്കിൽ പ്ലസ് ടു എത്ര പേർ ഇപ്പോഴും സീരിയസ് ആയി എടുത്ത് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എത്ര പേർ? ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ അതാണ്. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഈ സബ്ജക്റ്റ് എടുക്കുന്ന ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന ഞങ്ങൾ സാറന്മാരും മനസ്സിലാക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും പ്ലസ് ടു സീരിയസ് ആയിട്ട് കാണുന്നില്ല? നമ്മുടെ ബാച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോ അക്കൗണ്ടൻസിന്റെ കേസ് എടുക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഇന്ന് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അത് ടോട്ടൽ 5 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ പാർട്ട് കഴിഞ്ഞു. 5ാമത്തെ പാർട്ട് ഇന്ന് നമ്മൾ ചെയ്യും. ഓക്കെ, എന്തുകൊണ്ട് ഇപ്പോഴും ഈ ഒരു കാര്യമൊന്നും പലരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല? അതായത് 1 മന്ത്, ഒരു മാസമായി നമ്മൾ എന്ത് ചെയ്തിട്ട് ബാച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, പക്ഷെ പലരും ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ആരെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെ, നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ചാപ്റ്ററുകളൊക്കെ ഇപ്പൊ അക്കൗണ്ടൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ, ഇത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്റർ 5 പാർട്ട്. ഓക്കെ, 5 പാർട്ട്. ആ 5 പാർട്ടിലും എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയോ? പോട്ടെ, അത് വേണ്ട. നോക്കിയോ, എക്കണോമിക്സ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എക്സാം കുട്ടികൾ അറ്റൻഡ് ചെയ്തു. ഓക്കെ, പിന്നെ സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അത് അടുത്ത ദിവസം അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആ ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ എന്താണ്, ബാച്ചില് എക്സാമുകൾ ഉണ്ടാവും. കുട്ടികൾ അറ്റൻഡ് ചെയ്യും, പഠിക്കും. ഇനി ബിസിനസ് സ്റ്റഡീസിന്റെ കേസ് ആണെങ്കിലും അവിടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, എക്സാമുകൾ കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ ജൂൺ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. അതിന്റെ എക്സാം ജൂൺ ഫസ്റ്റ് വീക്കിൽ ചെയ്യും. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവരത് സെറ്റ് ആയിട്ട് പഠിക്കും, എക്സാമുകൾ അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇപ്പോഴും ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, അല്ലെ? പഠിച്ചു തുടങ്ങാൻ പോലും ചിന്തിക്കാത്തവരുണ്ട്. നിങ്ങൾ ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നോക്കൂ മക്കളെ, പബ്ലിക് എക്സാം അല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് ഒരു 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് മറ്റൊന്നിനുള്ള ടൈം നമുക്ക് അവിടെ ഇല്ല. മോഡൽ എക്സാം. ഓക്കെ, മോഡൽ എക്സാം ആയിട്ടും അല്ലെങ്കിൽ പബ്ലിക് എക്സാം ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമുകളായിട്ടും അടുത്ത ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല. നിങ്ങളത് മനസ്സിലാക്കണം. എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ എക്സാമിന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈമാണത്. ഓക്കെ, അതിനുള്ള സമയമേ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ്, അതായത് ഡിസംബർ ആകുമ്പോഴേക്കും പ്ലസ് ടുവിൽ നമുക്ക് പഠിക്കേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു തീർക്കേണ്ടതുണ്ട്. അത് പലരും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അത്രയ്ക്കും കാര്യങ്ങൾ നമുക്ക് ഓരോ സബ്ജക്റ്റുകളിലും പഠിക്കാനുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വരും? ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട്. പ്ലസ് 1 നമുക്ക് പഠിക്കേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട് എക്സാം. ഇതെല്ലാം കൂടെ നിങ്ങൾ എപ്പോഴാണ് പഠിച്ചു തീർക്കുക? ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ വരെ ഉള്ളത്. അപ്പൊ ഇപ്പോഴും ഈ ഒരു ടൈമിലും ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തവർ, നിങ്ങൾ ആരെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? പഠിച്ച് തുടങ്ങുക മക്കളെ. നമ്മൾ ഓരോ സബ്ജക്റ്റിനും ചാപ്റ്ററുകൾ കഴിഞ്ഞു പോകുന്നു, എക്സാം കംപ്ലീറ്റ് ചെയ്തു, ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ അത് ചുമ്മാ പറയുന്നതല്ല. അങ്ങനെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയും നമുക്ക് ചുറ്റും കുട്ടികളുണ്ട്. ഓക്കെ, അവർ പഠിച്ചു പോകുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യാത്തവർ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഡിസംബറോടെ മക്കളെ നമുക്ക് ഇതൊന്നും കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഷുവർ ആയിട്ട് പറയുന്നു പബ്ലിക് എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പ്ലസ് 2 നല്ല മാർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. മനസ്സിലാക്കി വെച്ചോളാം. കഴിഞ്ഞ റിസൾട്ട് അറിയാലോ, അത്രത്തോളം ടഫായിരുന്നു എക്സാം. വാല്യുവേഷനിൽ ഒരു കൺസിഡറേഷനും കിട്ടിയിട്ടില്ല. എഴുതിയത് എന്താണോ അതിനെ മാർക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ,
അതിന്റെ മുൻപത്തെ വർഷത്തെ വെച്ച് നോക്കുന്ന സമയത്ത് വിജയ ശതമാനം കുറവാണ്. പലരും വിചാരിച്ചു ടഫായ സമയത്തോ ഇനിയിപ്പോ വാല്യുവേഷൻ അങ്ങോട്ട് എന്താണ് ലിബറൽ ആക്കി തരും, കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളൊക്കെ വിചാരിച്ച അങ്ങനെ തന്നെയാണ്. പക്ഷെ തന്നിട്ടില്ല. എഴുതുന്നതിനെ മാർക്ക് തരൂ എന്നാണ് ഇപ്പോൾ ഒരു ഇത്. അതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ. ഓക്കെ, സോ പഠിക്കാതെ ഈ രീതിയിൽ പഠിച്ചു പോവാതെ മക്കളെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ പോകുന്നില്ല. സീരിയസ് ആയിട്ട് പറയുകയാണ്. ഓക്കെ, ഈ രീതിയിൽ പഠിച്ചു പോകണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് ഡിസംബറോടെ തീർക്കേണ്ടതെല്ലാം പഠിച്ച് തീർക്കണമെങ്കിൽ മക്കളെ അത്രയ്ക്കും സ്ട്രാറ്റജിക് ആയിട്ട്, ഓക്കെ, അത്രയ്ക്കും പ്ലാനോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, അത്രയും പ്ലാൻ നമ്മുടെ മുന്നിൽ വേണ്ടതുണ്ട്. മനസ്സിലാക്കുക നിങ്ങളത്. ഓക്കെ, ആ കാര്യമാണ് നിങ്ങൾക്ക് അവിടെ നമ്മുടെ ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സീരിയസ്ലി. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് അത്രത്തോളം മനസ്സിലാക്കി വെക്കുക. ലൈവായിട്ടും നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിട്ടും അല്ലെങ്കിൽ എന്താണ് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്രത്തോളം ഓക്കെ ഫീച്ചേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ ആ ഒരു ബേസിൽ ഇതാ ഇപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് കഴിയുന്നു, എക്സാമുകൾ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇനിയും വൈകി കഴിഞ്ഞാൽ മക്കളെ അത്രത്തോളം നിങ്ങൾ ബുദ്ധിമുട്ടാൻ പോകുന്നതാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഇനിയും നമുക്ക് എന്താണ് ചിന്തിച്ചിരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. നമുക്ക് അത്രത്തോളം പഠിക്കേണ്ടതുണ്ട്. മാർക്ക് വേണം നമുക്ക്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു തീരുമാനമെടുക്കുക. നമ്മൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങണം എന്ന് സ്വയം തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.